ഹലോ, നമ്മളിന്നൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഓണം ലുക്കിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോയുടെ എൻഡിലുണ്ട്. ഓണം ലുക്കെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് ഉള്ളു തോന്നാനും അതുപോലെ നമ്മുടെ മുടി നല്ല കറുത്ത നിറത്തോടു കൂടി തന്നെ നിലനിർത്താനും അതുപോലെ നല്ല കരുത്തോടു കൂടി തന്നെ വളരാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ വേറൊന്നുമല്ല, ഉലുവയും കഞ്ഞിവെള്ളവുമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓവർനൈറ്റ് വെച്ചിരുന്നതാണ്. തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഉലുവയാണ് നമ്മൾ കുതിർത്തി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള ഉലുവ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജാർ തന്നെ എടുക്കുക. അതിലേക്ക് ആദ്യമേ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കണേ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഉലുവ അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് അരച്ചെടുത്തിരുന്നാൽ മതി. ഇത് അരച്ചതിന് ശേഷം നമ്മളിത് അരിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ അരച്ചിട്ട് ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തരിയൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. പിന്നെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ നിൽക്കണം. അപ്പോൾ ഇതേപോലെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള പേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അരിക്കുന്ന തുണി എടുക്കുന്നത് നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. നമ്മൾ കരിമ്പനടിച്ചതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള തുണിയൊന്നും എടുക്കരുത്. നല്ല വൃത്തിയായിട്ടുള്ള തുണി എടുത്തിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ എപ്പോഴും തേക്കാറുള്ളത് പോലെ തന്നെ നല്ല രീതിയിൽ പാക്ക് തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുടിയുടെ കെട്ടുകളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല രീതിയിൽ ഓളിയം തോന്നിക്കാനായിട്ട് ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ കണ്ടൻറ്റും അമിനോ ആസിഡിൻ്റെ കണ്ടൻറ്റും ഒക്കെ ഒരുപാടുണ്ട്. അത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം പോലെ തന്നെ ഉലുവയും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. താരൻ പോകാനും മുടി നല്ല കരുത്തോടെ വളരാനൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഹെയർ പാക്ക് ഒരു മണിക്കൂറോളം തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കഴുകി കളഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഓണം ലുക്കിലാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തകൃതിയായിട്ട് ഓണം സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കോളേജിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും അതുപോലെ സ്കൂളിലാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ ഓണ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു സാരി ലുക്കിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ അഴിച്ചിടണം എന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് മുടിക്ക് ഉള്ളില്ലല്ലോ, അതുകൊണ്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ ചോദിക്കുകയും ചെയ്യും, മുടിക്ക് ഉള്ളു പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. ബഹുജനം പലവിധമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണിത്. മുടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളു തോന്നിക്കുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളില്ല കേട്ടോ. ഒട്ടും തന്നെ ഉള്ളില്ലാത്തൊരു മുടിയാണ് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലെ പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ മുടിയൊക്കെ അഴിച്ചിടാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുടിക്ക് ഉള്ളു കുറവുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പാക്ക് നല്ലൊരു ഹെയർ പാക്കാണ്. പിന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. തികച്ചും നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഓണമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ആഘോഷിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെയും കൂടി ഒന്ന് ഹാപ്പി ആക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹെയർ കെയർ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പം ഞാനിതിൽ കുക്കിംഗ് വീഡിയോയും ഇടാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ 1, 2, 3 കുക്കിംഗ് വീഡിയോയും പിന്നെ ഹെയർ കെയറിൻ്റെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ അടുത്ത വീഡിയോ കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒന്നും വിചാരിക്കരുത്. അപ്പം ഞാൻ രണ്ടും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ടും എനിക്ക് തരണം. അപ്പോൾ അങ്ങനെ എന്നെയും കൂടി ഒന്ന് ഹാപ്പി ആക്കാം. അപ്പോൾ തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഈ ഹെയർ പാക്കൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ ഉള്ള കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.